ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നമ്മുടെ മദ്ഹബിൻ്റെ ഇമാമിയങ്ങളുടെ അഇമ്മത്തുൽ അർബഅ, മദ്ഹബിൻ്റെ 4 ഇമാമിയങ്ങളുടെ ജനനവും വഫാത്തും വയസ്സും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. ചുരുങ്ങിയ കാലയളവിൽ എത്രയാണ് അവരൊക്കെ നേടിയെടുത്തത്. നമ്മൾ കുറേ തിന്നു, പിന്നെ കിടന്നു, അലസന്മാരായി ജീവിക്കുക. നോക്കുക, വിലാദത്തു അബി ഹനീഫത്ത റളിയല്ലാഹു അൻഹു ഏത് വർഷത്തിലറിയോ? സനത്ത 80 ഹിജറ 80-ലാണ്. അടുത്താണ് റസൂലുള്ളാഹി തങ്ങളെ. ഹിജറ 80-ാം വർഷത്തിലാണ്. വഫാത്തുഹു സനത്ത 150. 80-ൽ ജനിച്ചു, 150-ൽ മഹാൻ വഫാത്തായി. വഉംറുഹു 70, 70 വയസ്സ്. 70 ആണ്ടു കാലങ്ങളിൽ, വർഷങ്ങളിൽ എന്തെല്ലാം നേടിയെടുത്തു മഹാനർ. വലിയ മഹാനല്ലേ. അള്ളാഹു അവരെ ദറജ ഉയർത്തി കൊടുക്കട്ടെ, അവരെ മദദ് നമുക്ക് തരട്ടെ. വിലാദത്തു മാലിക്കിൻ, ബഹുമാനപ്പെട്ട മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹു ഏതാ? സനത്ത 105, സനത്ത 90, 90-ലാണ്. ഹിജറ 90-ാം വർഷത്തിലാണ് മഹാൻ ജനിക്കുന്നത്. അബൂ ഹനീഫ തങ്ങൾ 80-ൽ, ഇനിയും 10 കൊല്ലം കഴിഞ്ഞിട്ടാണ്. വഫാത്തുഹു സനത്ത 179, 179-ലാണ്. അപ്പോൾ ആയുസ് എത്ര ഉണ്ടാവും? വഉംറുഹു 89, 89 കൊല്ലം. 90-ഓളം കൊല്ലം ജീവിച്ചു. എന്നാൽ നമ്മുടെ മദ്ഹബിൻ്റെ ശൈഖ് റളിയല്ലാഹു അൻഹു റഹിമഹുല്ലാഹ് വവിലാദത്തു ശാഫിഈ റളിയല്ലാഹു അൻഹു സനത 150, ഹിജറ 150. 150-ലാണ് നമ്മളെ ഇമാം ഷാഫി തങ്ങൾ ജനിക്കുന്നത്. ഇതേതാറിയോ? ഇമാം അബൂ ഹനീഫ തങ്ങൾ വഫാത്തായ അന്നാണ്, ആ വർഷത്തിലാണ്, ആ ദിവസത്തിലാണ് ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു ജനിക്കുന്നത്. ചിന്തിക്കണം, എത്ര വയസ്സ്? പിന്നെ വഫാത്തോ? അപ്പോൾ 150-ൽ ജനിച്ചു. വഫാത്തുഹു സനത 240, 204. എത്ര കുറച്ച ആയുഷ്കാലാണ്! 204, 150-ൽ ജനിച്ചു, 204-ൽ വഫാത്തായി. അപ്പം എത്ര വയസ്സുണ്ടാവും? വഉംറുഹു 54, വെറും 54. നമ്മളെ മദ്ഹബിൻ്റെ ഇമാം റളിയല്ലാഹു അൻഹു എത്ര കാലമാണ് ജീവിച്ചത്? വെറും 54 വർഷം. ഈ 54 വർഷത്തിൽ എന്തെല്ലാം മഹാൻ നേടിയെടുത്തു. മാഷാ അല്ലാഹ്. മഹാനില്ലായിരുന്നുവെങ്കിൽ നമ്മളൊക്കെ ഷാഫി മദ്ഹബുകാരാണല്ലോ. നമ്മൾ ചെയ്യുന്നതും നമ്മൾ പഠിക്കുന്നതൊക്കെ മഹാനരുടെ റൂട്ടാ. അള്ളാഹു ദറജ ഉയർത്തി കൊടുക്കട്ടെ, വല മദദ് അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. എന്നാൽ വിലാദത്തു അഹ്മദ റളിയല്ലാഹു അൻഹു, ഹംബലി ഇമാമിൻ്റെ പ്രസവം സനത 40 و60 و100, 164, ഹിജറ 164-ലാണ് ബഹുമാനർ ജനിക്കുന്നത്. വഫാത്തുഹു
സനത്ത് 241 വഫാത്ത്. വയസ്സ് എത്ര ഉണ്ടാവും? 77 വയസ്സ്. നമ്മളെ ഇമാമാണ്. വളരെ താഴോട്ടിട്ട് ചെറുപ്പക്കാരനായി വഫാത്തായത്. നമ്മൾ കരുതും ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു മഹാനരെ പേരെ കേൾക്കുമ്പോൾ വയസ്സായ മൂല്യരായിരുന്നു. ചെറുപ്പക്കാരനായി വഫാത്തായത്. പാലോചിക്ക്, ഈ ഇമാമുമാർ കർമ്മപരമായി അള്ളാഹുവിലേക്കുള്ള റൂട്ടാണ്. ഈ റൂട്ടിൽ നിന്ന് തെറ്റിയാൽ ബിദ്അത്തിൽ അകപ്പെട്ടു പോകും. വയജിബു തഖ്ലീദു വാഹിദിൻ മിൻഹും, ഇവരിൽ നിന്ന് ഏതെങ്കിലും ഒരാളെ അനുഗമനം ഫോളോ ചെയ്യൽ അനിവാര്യമാണ്. അതല്ലാതെ എങ്ങനെ ജീവിക്കും? ഞമ്മക്ക് ഖുർആനിലേക്കോ ഹദീസിലേക്കോ ഇറങ്ങിച്ചല്ല, പക്ഷെ നട്ടം തിരി. നമ്മളെ കുഴപ്പമാണ്, ഖുർആന്റെ ഹദീസിന് കുഴപ്പമല്ല. ഇനി സ്വഹീഹായ ഹദീസ് കിട്ടിയാൽ തന്നെ ഒരായത്തും കിട്ടി നമ്മളെങ്ങനെ വിധി കണ്ടെത്തും? ഇന്ന സംഗതി കറാഹത്താണ്, ഇന്നത് സുന്നത്താണ്, ഇന്നത് വാജിബാണ്, എങ്ങനെ കിട്ടും? അൽഹംദുലില്ലാ, നമ്മളെ ഇമാമുമാരുടെ അവരുടെ അധ്വാനങ്ങളും അവരുടെ പരിശ്രമങ്ങളും ഇല്ലായിരുന്നുവെങ്കിൽ നമ്മൾ നട്ടം തിരിയും. വഹാബിയാൾ നട്ടം തിരിയും പോലെ നമ്മൾ നട്ടം തിരിയും. അവരോട് ചില ചോദ്യങ്ങളെ ചോദിച്ചു കഴിഞ്ഞാൽ മസീലുടെയൊക്കെ ഖുർആനിലും ഹദീസിലും കാണുവാനില്ല എന്ന് പറയും. പിന്നെ കട്ടെടുക്കും നമ്മളെ മദ്ഹബിൻ്റെ കിതാബ്. ചുരുക്കി പറഞ്ഞാൽ ആയുസ്സിൽ അള്ളാഹു ബറക്കത്ത് നൽകണം. ഇവരുടെ ആയുഷ്കാലം മുഴുവനും അള്ളാഹു ബറക്കത്ത് നൽകി. അവരിപ്പോഴും ജീവിച്ചുകൊണ്ടേയിരിക്കുന്നു ലോകം മുഅ്മിനീങ്ങളിലൂടെ. അള്ളാഹു അവരൊക്കെ ദറജ ഉയർത്തി കൊടുക്കട്ടെ. അവരൊക്കെ മദദ് അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. അവരുടെയൊക്കെ ശഫാഅത്ത് ദുനിയാവിലും ആഖിറത്തിലും അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. അവരുടെ ഹക്ക് ജാഹ് ബറക്കത്തുകൊണ്ട് അള്ളാഹു മഹ്മൂദത്തായ ആഖിബത്ത് നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. അവസാന വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ആക്കി തരട്ടെ. അൽഹംദുലില്ലാഹി.